ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് ജെൽ കേക്കാണ്. അതിൻ്റെ ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം പേരയ്ക്ക ഉണ്ടല്ലോ, പേരയ്ക്ക. പിന്നെ വരുന്നത് ഓറഞ്ച്, പൈനാപ്പിൾ, കിവി ഉണ്ട്, പിന്നെ ബ്ലാക്ക് മുന്തിരി, മാതള, പിന്നെ ഗ്രീൻ മുന്തിരി, പിന്നെ സ്ട്രോബെറി ഉണ്ടല്ലോ, പച്ച സ്ട്രോബെറിയാണ്. പച്ചയല്ല, നല്ല പഴുത്ത സ്ട്രോബെറിയാണ്. പിന്നെ ഇത് സപ്പോട്ടയാണ്, ഇത് പപ്പായ. ഓക്കെ, നമുക്കിനി ആദ്യം ഇത് കഴുകി വൃത്തിയാക്കാം. കട്ട് ചെയ്യാം. അടുത്ത് നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം സ്ട്രോബെറിയാണ് കട്ട് ചെയ്യുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്യാം. ഓക്കെ, നല്ല പഴുത്താണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത് നമുക്ക് ഓറഞ്ചാണ് എടുക്കുന്നത്. ഓറഞ്ച് നമുക്ക് കട്ട് ചെയ്യണ്ട, ഇതേപോലെ തൊലി എടുത്തിട്ട് അതിൻ്റെ തൊലി എടുത്തിട്ട് എല്ലാം ഇളക്കി വെക്കാം. ഓക്കെ, എല്ലാം പീസാക്കി ഇളക്കി വെക്കാം. നമ്മൾ 2 ടൈപ്പ് ഓറഞ്ച് ഇരിപ്പുണ്ട്. ഒന്ന് നമ്മുടെ ഇന്ത്യൻ ഓറഞ്ചും ഒന്ന് പുറത്തുനിന്ന് വരുന്ന കിനിയ ഓറഞ്ച്. ഇതാണ് കിനിയ ഓറഞ്ച്. അത് നമുക്ക് എടുത്തിട്ടാണെങ്കിൽ ഇതിങ്ങനെ എടുത്തിട്ട് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ റൗണ്ടിന് കട്ട് ചെയ്തെടുക്കാം. കിവിയാണ്, കിവി ഫ്രൂട്ടാണ്. അത് റൗണ്ടിനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എങ്കിലേ നമുക്ക് കേക്കിൽ വെക്കുമ്പോഴേക്കും ഭംഗി കാണത്തുള്ളൂ. റൗണ്ടിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ഇതെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എത്ര 1, 2, 3 ഐറ്റം ഫ്രൂട്ട്സ് ആയിട്ടുണ്ട്. 3 ഐറ്റം ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് അടുത്ത് പേരയ്ക്ക എടുക്കാം. ഞാൻ എടുക്കുന്നത് പേരയ്ക്ക നന്നായിട്ട് ചെത്തി എടുക്കുക. അടുത്തതായി ആപ്പിളാണ് എടുക്കുന്നത്. ആപ്പിൾ എടുക്കുക. ആപ്പിളിൻ്റെ സ്റ്റിക്കർ ഇളക്കി മാറ്റാം. എന്നിട്ട് ആപ്പിളിനെ നമ്മളെല്ലാം റൗണ്ട് ചെയ്താണ് കട്ട് ചെയ്യുന്നത്. റൗണ്ടിന് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആപ്പിൾ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഫ്രൂട്ട്സിൻ്റെ പേര് പറഞ്ഞപ്പോൾ ആപ്പിൾ പറഞ്ഞിട്ടില്ല. ആപ്പിളും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ 11 ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി സപ്പോട്ടയുടെ വേറെ ചിക്കൂസ് എന്ന് പറയും. ചിക്കൂസാണ്. അതായത് നമുക്ക് മുന്തിരി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാണ്. ബ്ലാക്ക് മുന്തിരി കട്ട് ചെയ്യാതെ വേണമെങ്കിലും ഇടാം. നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്താണ് എടുക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അടുത്ത് നമുക്ക് ഗ്രീൻ മുന്തിരിയാണ് എടുക്കുന്നത്. അതും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് പൈനാപ്പിളാണ്. പൈനാപ്പിൾ ഇതേപോലെ റൗണ്ടിന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് തൊലി എടുക്കുക, റൗണ്ടിന് കട്ട് ചെയ്ത്. ഞങ്ങളുടെ നാട്ടിലിത് പൊറത്തിച്ചക്ക എന്നാണ് പറയുന്നത്. പൈനാപ്പിളിനെ പൊറത്തിച്ചക്ക എന്നും കൂടെ പറയും. പൊറത്തിച്ചക്ക. അപ്പോൾ പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മാതളം, പൊമഗ്രനേറ്റ്. ഇതേപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യാം.
അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള തൊലി ഇളകി വരും. നല്ല ഭംഗിയായിരിക്കും. ഈ മാതളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്രൂട്ട് കേക്കിലിടുമ്പോഴേക്കും, ഫ്രൂട്ട് ജെൽ കേക്കിലിടുമ്പോഴേക്കും കുറച്ച് ഭംഗിയുണ്ടാവും. ഇങ്ങനെ ഇളക്കുക. മാതളം കുറച്ച് വർക്ക് കൊടുക്കണം ഇളക്കിയെടുക്കാനൊക്കെ. നമ്മൾ ഇത്രയും ഫ്രൂട്ട്സ് എത്രത്തോളം ആഡ് ചെയ്യുമോ അത്രയും റിച്ച് ആവും, കേക്കിൻ്റെ റിച്ച്നെസ് കൂടി വരും. അടുത്തതായി പപ്പങ്ങയാണ്, പപ്പായ. ഞാൻ ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് വരാം. ഓക്കെ, പപ്പായ ആണെങ്കിൽ പഴുത്തിട്ടില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ പപ്പായ ഒഴിവാക്കുകയാണ്. ബാക്കി ഫ്രൂട്ട്സ് എല്ലാം ആയിട്ടുണ്ട്. ഇപ്പം 1 2 3 4 5 6 7 8 10 ഐറ്റം ഫ്രൂട്ട്സ് ആയിട്ടുണ്ട്. 10 ഐറ്റം ഫ്രൂട്ട്സ് കൊണ്ടാണ് കേക്ക് ജെല്ല് ഉണ്ടാക്കുന്നത്, ഫ്രൂട്ട് കേക്ക് ജെല്ല്. ഓക്കെ, അതിന് അടുത്തതായി നമുക്ക് വേണ്ടത് ഇതൊക്കെ മാറ്റിയേക്കാം. അടുത്തതായി നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചൈന ഗ്രാസ് അല്ലെങ്കിൽ അഗർ എന്ന് പറയുന്ന സാധനമാണ്. ഇതാണ് ജെൽ കേക്കിന് വേണ്ടിയിട്ട് അത് കട്ടിയാകുന്ന അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അത് മെൽറ്റാവാതെ കട്ടിയാവുന്ന സാധനമാണ് ചൈന ഗ്രാസ്. ഇതെടുക്കാം. അത് ഞാൻ 20 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. എത്ര ഗ്രാമുണ്ട് യൂട്യൂബ് നോക്കിട്ട് 25 ഗ്രാമിൻ്റെ 2 പാക്കറ്റ്. ആദ്യം നമുക്ക് കുറച്ച് തണുത്ത വെള്ളം എടുക്കാം. തണുത്ത വെള്ളം. അപ്പം ഇതിലോട്ട് നമുക്കിതിനെ സൂപ്പ് ചെയ്യാം. അതൊന്ന് വെള്ളത്തിൽ മുക്കി വയ്ക്കുക. അടുത്ത വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ്. വെള്ളം ഓണാക്കുക, വെക്കുക. പഞ്ചസാര ഇതിലോട്ട് ഇടണേ. മധുരത്തിന് വേണ്ടിയിട്ടാണ് 1.5 കിലോ പഞ്ചസാരയാണ് എടുത്തിട്ട്. നമുക്ക് പഞ്ചസാര ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അലിയെന്നുള്ളവരെ ഒന്ന് ഇളക്കി കൊടുക്കും. ചെറിയ പാത്രമായിട്ട്, അതുകൊണ്ട് കുറച്ചും കൂടെ വലിയ പാത്രത്തിലോട്ട് ഇത് ഷിഫ്റ്റ് ചെയ്യണേ. അത് വെച്ച് കൊടുക്കണം. ആ പാത്രം വെച്ചിരിക്കുകയാണ്. ഇത് അതിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മളിത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റി അതിനകത്ത്. എന്നാല് നന്നായിട്ട് അരിഞ്ഞ് വരത്തുള്ളൂ. ചൈന ഗ്രാസിൽ നന്നായിട്ട് അരിഞ്ഞ് ഒന്നും കൂടെ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം പഞ്ചസാര ചൂടാക്കിയതാണ്. പഞ്ചസാരയും ചൈന ഗ്രാസും കൂടെ അതാദ്യം കുറച്ച് ഒഴിക്കുക. അതിനകത്ത് നമ്മൾ 2 എണ്ണോട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഓരോ ഫ്രൂട്ട്സായിട്ട് സെറ്റ് ചെയ്യും. കീ വെച്ച് അടുത്ത് സ്ട്രോബെറി, ബ്ലാക്ക് മുന്തിരി, ഓറഞ്ച്, പേരക്ക, പൈനാപ്പിൾ,
പൈനാപ്പിൾ എന്നിട്ട് ബാക്കി കൂടെ ഒഴിക്കാം. അതിലൊരു കുഞ്ഞനിരിപ്പുണ്ട്, അതിലും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് നമ്മൾ ചെയ്തപ്പോഴേക്കും കുറച്ച് കൂടുതൽ വന്നു, അതുകൊണ്ടാണ് ഇതിലും കൂടെ എടുത്തത്. നമ്മളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതാ 2 ജെൽ കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രീസ് ചെയ്യാൻ വയ്ക്കണം. നമ്മളത് കുറച്ച് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണം, ഒരു 2 മണിക്കൂർ തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഇതിനകത്ത് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇത് നമ്മൾ കൂളിങ്ങിൽ വെച്ചിട്ട് 2 മണിക്കൂർ ആയിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതിലോട്ട് മാറ്റാം. നമ്മുടെ ഫ്രൂട്ട് ജെൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്ലാസ് കേക്ക്. ജെൽ കേക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇത് നമ്മുടെ ചെറിയ ജെല്ലാണ്. ഇത് സൂപ്പറായിട്ടുണ്ട്, സൂപ്പർ. നമുക്ക് ഇതിനി കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, കട്ട് ചെയ്ത് നോക്കാം. കണ്ട് ആ ഒരു ഡിസൈൻ വന്നിരിക്കുകയാണ് ഫ്രൂട്ട്സിൻ്റെ. നമുക്കത് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം. ജെൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നത് ജെൽ കേക്ക്, സൂപ്പറായിരിക്കണം. ഫ്രൂട്ട്സ് എല്ലാം അകത്തുനിന്ന് ഇളകി വരുന്നു, ലാവ കേക്ക് പോലെ.